പാർട്ടിയും ഇടതുപക്ഷവുമാണ് പരാജയപ്പെടാൻ പോകുന്നത്. അങ്ങനെ പരാജയപ്പെടേണ്ട ഒന്നല്ല പാർട്ടിയും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെതിരായി, ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നമസ്കാരം. എന്ത് വില കൊടുത്തിട്ടായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടും എന്ന് തന്നെയാണ് CPM എന്ന പാർട്ടിയുടെ ദൃഢനിശ്ചയം. ഏതൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കൃത്യമായ ഭരണ നിലപാടുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട്, ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട്, കേരളത്തിന്റെ സമഗ്രമായ വികസനവും പുരോഗതിയും ഉയർത്തി കാണിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ഇക്കുറിയും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സര രംഗത്തുണ്ടായിരുന്ന MLA-മാരും ഇപ്പോഴത്തെ മന്ത്രിമാരും സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ പതിവിന് വിപരീതമായി ഇക്കുറി CPM-ൽ നിന്നും സമുന്നതരായ പല നേതാക്കളുമാണ് കൊഴിഞ്ഞു പോയിരിക്കുന്നത്. 63 വർഷത്തെ പാർട്ടിയിലെ സ്തുത്യർഹമായ പാരമ്പര്യമുള്ള G. സുധാകരൻ പോലും പാർട്ടിയിൽ നിന്നും പുറത്തുപോയി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPM-നും ഇടതുമുന്നണിക്കും വലിയ തലവേദനയാകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. വിമതശല്യം ഏറ്റവും കൂടുതൽ CPM നേരിടുന്നതും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. സുധാകരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അമ്പലപ്പുഴയിൽ UDF-ന്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നറിയുമ്പോൾ CPM-ൽ നിന്നും പിണങ്ങിപ്പിരിഞ്ഞ് കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന ഐഷ പോറ്റിക്കും ഇതുപോലെ തന്നെ വലിയ പിന്തുണയുമായി, അല്ലെങ്കിൽ ഐഷ പോറ്റി തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ വിയർക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏത് വിധേനയും 3.0 നിലനിർത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒത്തൊരുമയോടി മുന്നോട്ട് പോകുമ്പോൾ CPM-ന്റെ അതായത് ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്ന് തന്നെ CPM-ന് വലിയ തലവേദനകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പയ്യന്നൂരിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. മാസങ്ങൾക്ക് മുൻപ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ V. കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പയ്യന്നൂരിലെ അടിയുറച്ച നേതാവും മുൻ ജില്ലാ നേതൃത്വത്തിലെ അംഗവുമായിരുന്ന V. കുഞ്ഞികൃഷ്ണൻ തന്നെ ഇപ്പോൾ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളത് CPM-ന് വലിയ തലവേദനയായി മാറുന്നു. TI മധുസൂദനെ തന്നെയാണ് വീണ്ടും CPM MLA ആയി മത്സരിക്കുവാൻ പയ്യന്നൂരിൽ ഇറക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ മധുസൂദൻ തന്നെയാണ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത്. ലക്ഷക്കണക്കിന് രൂപ, അതായത് രക്തസാക്ഷികളുടെ പേരിൽ പോലും പിരിച്ചെടുത്ത പണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു തട്ടിപ്പ് നടത്തി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആദർശ ശുദ്ധി എവിടെ നിൽക്കുന്നു? അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അധപ്പതിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് അധപ്പതിച്ചിരിക്കുന്നത് എന്നാണ് TI മധുസൂദനന്റെ രക്തസാക്ഷി ഫണ്ട് വിനിയോഗിച്ചതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് V. കുഞ്ഞികൃഷ്ണൻ സമൂഹത്തോട് തുറന്നു പറഞ്ഞത്. ഇതേ തുടർന്ന് CPM-ൽ നിന്നും V. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയുണ്ടായി. പാർട്ടിക്ക് പറ്റിയ അപജയങ്ങൾ, പാർട്ടിയുടെ പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പരാജയങ്ങൾക്ക് നേതൃത്വം വഹിച്ച, അല്ലെങ്കിൽ പാർട്ടിയിലെ അപജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളെ പാർട്ടിയിൽ നിലനിർത്തിയിരിക്കുന്നു. വീണ്ടും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളത് വിരോധാഭാസം തന്നെയാണ്. എന്തായാലും G. സുധാകരന് ഉണ്ടായ അനുഭവം V. കുഞ്ഞികൃഷ്ണന് പയ്യന്നൂരിൽ ഉണ്ടായിരിക്കുന്നു. V. കുഞ്ഞികൃഷ്ണന് നേരെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഏത് വിധേനയും V. കുഞ്ഞികൃഷ്ണനെ തീർക്കുവാൻ വേണ്ടി CPM അവിടെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമ്പോൾ അമ്പലപ്പുഴയിലേതുപോലെ UDF കൃത്യമായി പയ്യന്നൂരിലും V. കുഞ്ഞികൃഷ്ണന് പിന്തുണ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. കാരണം
UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നോ നാളെയോ ഉണ്ടാകും എന്നാണ് AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കുറി പയ്യന്നൂരിൽ CPM-ന് വലിയ വെല്ലുവിളി ഉണ്ടായിരിക്കും ബി കുഞ്ഞികൃഷ്ണന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ ഉറച്ച കോട്ടകളാണ് പയ്യന്നൂരും കണ്ണൂരും കല്യാശ്ശേരിയുമെല്ലാം. അവിടെ പയ്യന്നൂരിൽ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കപ്പെട്ട പാർട്ടിയിൽ നിന്നും പുറത്തുപോയ വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ പിടിച്ചുലയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രകടനം മത്സരം കാഴ്ചവെക്കാൻ വി കുഞ്ഞികൃഷ്ണൻ ആകുമോ ഇല്ലയോ എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എന്നാൽ UDFന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും വി കുഞ്ഞികൃഷ്ണന്റെ ജയപരാജയ സാധ്യതകൾ നിശ്ചയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ലെ അപജയങ്ങൾ തുറന്നു കാണിക്കുകയും പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതി തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ഈ പാർട്ടിയുടെ ജീർണത തന്നെയാണ് ഈ പാർട്ടിയെ ഇന്ന് കാണുന്ന പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജീർണത എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടായിരിക്കുന്ന ജീർണത തന്നെയാണ് പാർട്ടിയുടെ ജീർണത എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേതാക്കൾക്കുണ്ടായിട്ടുള്ള അപഭ്രംശമാണ്, കമ്മ്യൂണിസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇന്ന് ഈ പാർട്ടിയെ വളരെ പരിതാപകരമായ നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. താൻ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മുഖ്യധാര മാധ്യമങ്ങളുടെയും നവമാധ്യമങ്ങളുടെയും എല്ലാം പിന്തുണ വി കുഞ്ഞികൃഷ്ണൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. പണം ഇറക്കി കളിക്കുവാൻ താൻ തയ്യാറല്ല, അങ്ങനെയുള്ള ജാടകൾ കാണിക്കുവാൻ തന്റെ കയ്യിൽ പണവുമില്ല. എന്നാൽ താൻ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥമായ സത്ത എന്താണെന്നുള്ളത് മുറുകെ പിടിച്ചുകൊണ്ട് മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ തനിക്ക് കൃത്യമായി പിന്തുണ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്തു പറയുകയുണ്ടായി. വി കുഞ്ഞികൃഷ്ണൻ CPM-നെതിരെയും CPM-ന്റെ പുത്തൻകൂറ്റി നേതാക്കൾക്കെതിരെയും തലമുതിർന്ന CPM നേതാക്കൾക്കെതിരെയും തുറന്നടിച്ചുകൊണ്ട് അവരുടെ മൂല്യച്യുതി തുറന്നു കാണിച്ചുകൊണ്ട് രക്തസാക്ഷി ഫണ്ട് വരെ തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയ CPM-ന്റെ നേതൃത്വത്തെ പുച്ഛിച്ചുകൊണ്ട് CPM-ന്റെ അപജയങ്ങൾ സമൂഹത്തോട് തുറന്നു കാണിച്ചുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, 4 കൊല്ലം മുമ്പ് ഈ ഒരു വിവാദം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ അന്ന് ഞാൻ പാർട്ടിക്കകത്ത് മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. ഒരു മാധ്യമത്തോടും പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ സന്നദ്ധമായിട്ടില്ല. പക്ഷേ ചില മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരികയുണ്ടായി. അന്ന് ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരെയും ഏഷ്യാനെറ്റിനെതിരെയും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും എന്ന് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് വേണ്ടി വക്കീലും പറയുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ ഈ 4 കൊല്ലത്തിനിടയിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു എന്നതിലുപരി ഒരു കേസും ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഇന്നേ വരെ സന്നദ്ധമായിട്ടില്ല. ഞാൻ ഈ പുസ്തകത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയും ഇടതുപക്ഷവുമാണ് പരാജയപ്പെടാൻ പോകുന്നത്. അങ്ങനെ പരാജയപ്പെടേണ്ട ഒന്നല്ല പാർട്ടിയും ഇടതുപക്ഷവും എന്നതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെതിരായി, ഈ തെറ്റായ നിലപാടുകൾക്കെതിരായി പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് നിരന്തരം ബന്ധപ്പെട്ട് മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത്. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹായവും പിന്തുണയും ഉണ്ടാകണം
എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ നവമാധ്യമങ്ങളും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പണമൊഴുക്കിക്കൊണ്ടുള്ള കെട്ടുകാഴ്ചകൾ സംഘടിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല.